ഓണം ആഘോഷിച്ച് കഴിയുന്നതോടെ രണ്ടാം പിണറായി സർക്കാരിന്റെ ധനപ്രതിസന്ധി രൂക്ഷമാകും. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് നീങ്ങുന്ന സർക്കാരിന് ഈ ഓണം നിർണായകമാണ്. കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ഓണമാണിത്. അതുകൊണ്ട് തന്നെ ഒന്നിനും കുറവ് വരുത്താൻ പാടില്ല എന്ന് സർക്കാരിന് മുന്നണിക്കും നിർബന്ധമുണ്ട്. പക്ഷെ പണം എവിടെ നിന്ന് കിട്ടും എന്നതിൽ ഇപ്പോഴും വേണ്ടത്ര വ്യക്തത വന്നിട്ടില്ല. കാണം വിറ്റും ഓണമുണ്ണണം എന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല. ഇക്കുറി എന്ത് വിറ്റാലും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നുണ്ട് സർക്കാർ. നിലവിലെ കണക്കനുസരിച്ച് ഓണം കടന്നുകിട്ടാൻ ഏതാണ്ട് 20,000 കോടിയിലധികം വേണ്ടിവരും. വായ്പ എടുക്കുന്നതിന് പരിധിയുണ്ട്. എന്നാലും പരമാവധി വായ്പകൾ എടുക്കാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 9 മാസം കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിരുന്ന വായ്പ 29,529 കോടി രൂപയാണ്. അതിൽ നല്ലൊരു വിഹിതം ഇതിനകം എടുത്തിട്ടുണ്ട്. ഓണം കഴിഞ്ഞാൽ പിന്നെയും 3 മാസം കൂടി കടന്നുപോകാനുണ്ട്. അതുകൊണ്ട് തന്നെ വായ്പ എടുക്കുന്നതിൽ സൂക്ഷ്മതയും ആവശ്യമാണ്. കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. കേന്ദ്രം സാമ്പത്തികമായി വലിയ തോതിൽ ഞെരുക്കിയിട്ടും അതുപയോഗിച്ചാണ് ഒരു പരിധിവരെ കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഓണത്തിന് അത്രയും മതിയാവില്ല. വലിയ കടബാധ്യതയാണ് ഏറ്റെടുക്കേണ്ടി വരിക. 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിന് തന്നെ ഏകദേശം 18,000 കോടിയോളം രൂപ ആവശ്യമാണ്. മാസം ആദ്യം ഓണം വരുന്നത് കൊണ്ട് തന്നെ ശമ്പളം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷേമബത്ത നൽകാനും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പുറമെ ബോണസ്, അഡ്വാൻസ് തുടങ്ങിയ ചെലവുകളും വരും. ഒപ്പം സർക്കാരിന് വലിയ ബാധ്യതയായി വിപണി ഇടപെടലും ഇക്കുറി വേണ്ടിവരും. വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 500 രൂപ അടുപ്പിച്ച് വില ഉയർന്ന സാഹചര്യത്തിൽ സബ്സിഡി നിരക്കിൽ അത് ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേര വെളിച്ചെണ്ണ തന്നെ വിലക്കുറവിൽ സർക്കാർ വിപണന കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം ഓണത്തിന് സർക്കാർ വിപണികളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും സ്വീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി കണക്കു കൂട്ടുമ്പോൾ തന്നെ നല്ലൊരു തുക ആവശ്യമായി വരും. ഈ ചിലവുകളിലൊന്നും ഒരു വെട്ടിക്കുറവും നിലവിലത്തെ സാഹചര്യത്തിൽ വരുത്താൻ സർക്കാരിന് കഴിയില്ല. ഓണത്തിന്റെ ആഘോഷം കഴിഞ്ഞാൽ കേരളം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് 7,500 കോടി രൂപയുടെ അധിക വായ്പയ്ക്ക് കേരളം ഇപ്പോൾ കേന്ദ്രത്തോട് അനുമതി തേടിയിരിക്കുന്നത്. ഗ്യാരണ്ടി റിഡപ്ഷൻ ഫണ്ട് രൂപീകരിച്ചില്ല എന്നതിന്റെ പേരിൽ ഉൾപ്പെടെ വായ്പാ വിഹിതത്തിൽ നിന്നും വെട്ടിക്കുറച്ച 4,500 കോടിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഫണ്ട് രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്.